നമസ്കാരം, മാസ്മരിക എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏത് ഡിസൈൻ നമുക്ക് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വിൽകോം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനകത്ത് നമ്മളിത് പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഇതിൽ USB-ലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ അതെല്ലാം ചെയ്തോളും. ഫ്രെയിമിൻ്റെ സൈസ് കുറയുന്നതോറും വിലയും കുറയും, ഫ്രെയിമിൻ്റെ സൈസ് കൂടുന്നതോറും വില കൂടുകയും ചെയ്യും. HSW എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ് ഇപ്പോൾ HSW. വളരെ സിമ്പിളായിട്ടുള്ള മെഷീനാണ്, ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്, ആർക്കും ചെയ്യാം. പിന്നെ ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്താണ്, ഇതിനകത്തൊരു മലയാളം സോഫ്റ്റ്വെയർ കൂടിയുണ്ട്. ഇന്ന് മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് തയ്യൽ മെഷീൻ. തയ്യൽ മെഷീൻ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. തയ്യൽ ജോലി ചെയ്ത് ഉപജീവനമാർഗ്ഗം നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. തയ്യൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനറിയെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് സിംഗിൾ ഹെഡ് എംബ്രോയ്ഡറി മെഷീൻ, ഇതാണ് ഈ മെഷീൻ്റെ പേര്. വളരെ പ്രയാസമേറിയ ഒന്നാണ് എംബ്രോയ്ഡറി വർക്ക്. അതിനെ തികച്ചും ലളിതമായി തന്നെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഈ മെഷീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്, നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ കാണാം. സാധാ ലാപ്ടോപ്പിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഇതിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ കളേഴ്സും ഇതൊക്കെ സെലക്ട് ചെയ്ത് ഇത് അടിച്ചോളും. ഇതാണ് ഈ മെഷീൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇതൊരു ചെറിയ നമുക്ക് ബോട്ടിക്കുകളിലേക്ക് കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെഷീനാണിത്. ഏത് ഡിസൈൻ നമുക്കിപ്പോൾ നമ്മൾ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഏത് ഡിസൈൻ നമുക്ക് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വിൽകോം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനകത്ത് നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്നത്. ആ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഇതിൽ USB-ലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ അതെല്ലാം ചെയ്തോളും. ഇതാണ് ഈ മെഷീൻ്റെ. ക്ലോത്തിൽ മാത്രമല്ല ചെയ്യാൻ കഴിയും, ഏത് ക്ലോത്തിൽ ചെയ്യാം, റെക്സിൽ ചെയ്യാം, സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മെറ്റീരിയലിലും ചെയ്യാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് 3,70,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. അത് ഡിപ്പെൻസ് ഓൺ ദ ഫ്രെയിം സൈസാണ്. ഫ്രെയിമിൻ്റെ സൈസ് കുറയുന്നതോറും വിലയും കുറയും, ഫ്രെയിമിൻ്റെ സൈസ് കൂടുന്നതോറും വില കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സംഗതികൾ. വാറണ്ടി ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയൽ മെഷീനാണിത്. അപ്പം പ്രൂവൻ മെഷീനാണ്. ഒരു 98% ഇത് പ്രൂവൻ ആണ്. 2% ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും സംഗതി വന്നെങ്കിലായി. അപ്പോൾ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അതിൻ്റെ എല്ലാ സർവീസ് എഞ്ചിനീയേഴ്സും അതിൻ്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് 1-2 ഇഷ്ടമായി ക്വാണ്ടിറ്റി ആയിട്ടാണ് മെഷീൻ ഇറക്കുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മെഷീനും സ്റ്റോക്കിലുണ്ട്, അതിൻ്റെ പാർട്സും എല്ലാം HSW എന്നാണ്. HSW എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ് ഇപ്പോൾ HSW. സർവീസ് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്? കേരളത്തിൽ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ മെഷീൻസ് തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയൽ മെഷീൻ ഇതെന്താ മെഷീൻ എന്നറിയില്ല. മെഷീൻ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു സ്വിംഗ് മെഷീൻ ഡീലറുടെ അടുത്തേക്കാണ് പോവുക. ആക്ച്വലി ഇതെല്ലാം വരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ഷനിലാണ്. അപ്പോൾ ഇത് ടെക്നിക്കലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് അറിയാത്തവരുടെ എത്തിപ്പറ്റുമ്പോഴാണ് ഈ സാധനം അവർ പെട്ടുപോകുന്നത്. അപ്പോൾ പലരും അങ്ങനെ പെട്ടുപോകുന്നതിൻ്റെ പേരിലാണ് അവർ ചോദിക്കുന്നത്, ഇതിൻ്റെ സർവീസ് ഞങ്ങൾക്ക് തരുമോ, ഇതെന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റ് സ്പേസിലാണ് എത്തുന്നതെങ്കിൽ നമ്മളിത് പറഞ്ഞ മാതിരി എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ട് ഈ സാധനം സപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ഇതിനകത്ത് കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൻ്റെ മിസ്മാനേജ്മെൻറ്റും കൊണ്ടും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കൊണ്ടുമാണ് ഇതിന് കംപ്ലയിൻറ്റ് വരിക. അല്ലാത്ത രീതിയിൽ ഒരു കാലത്തും ഇതിന് കംപ്ലയിൻറ്റ് വരില്ല. ഇതിപ്പോൾ വാങ്ങുന്നവർ ഏറ്റവും പൈസ കുറച്ചെന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ആലോചിക്കുക. അപ്പോൾ ഇതിന് AC കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിലയബിലിറ്റി ഇനിയും കൂടും. അപ്പോൾ AC കൊടുക്കാതെ ഒരു മുറിയിലിടുമ്പോൾ പൊടി കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഗിയേഴ്സിലും അതിലും ഇതിലും ഒക്കെ ആകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ തേയ്മാനം എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ മെഷീൻ കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുന്നത്. അപ്പം കഴിയുന്നത് നമ്മൾ ആ മെഷീന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ഏത് മെഷീനാണെങ്കിലും അത് നല്ലോണം യൂസ് ചെയ്യാനും പ്രവർത്തനം ചെയ്യാനൊക്കെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ടച്ച് സ്ക്രീൻ വരുന്നതിന് മുന്നേ ടച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്കായില്ലേ എന്ന് പറഞ്ഞ മാതിരി അത്രയേ ഉള്ളൂ ഇതിൻ്റെ സാധനം. ഇത് കമാൻഡ് കൊടുക്കുക, കോൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മാതിരി തന്നെയാണ് എൻ്റർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ടാകുന്നത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെഷീനാണ്, ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്, ആർക്കും ചെയ്യാം. പിന്നെ ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്താണ്, ഇതിനകത്തൊരു മലയാളം സോഫ്റ്റ്വെയർ കൂടി ഉണ്ട്, മലയാളത്തിൽ കൂടി ഉണ്ട് ഇതിനകത്ത്.
അപ്പോൾ ഏത് കുടുംബശ്രീ കുടുംബശ്രീക്കോ സിംഗിളായിട്ട് ഇപ്പം കസ്റ്റമൈസ് സ്റ്റിച്ചിങ് അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ മിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മിഷൻസിന് വളരെ വില കൂടുതലാണ്. അതിന് 15 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് പോകാം. വേറെ മിഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇത് എക്സ്പോർട്ട് ഹൗസിലെ എന്താണ് സാമ്പിളിംഗ് മിഷനാണ്. എക്സ്പോർട്ട് ഹൗസുകളിൽ അവർ 1 ലക്ഷം 2 ലക്ഷം പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് സാമ്പിളിംഗ് അതിൽ നടക്കില്ല. അപ്പോൾ അവരതിനൊരു സിംഗിൾ ഹാൻഡ് എടുത്തിട്ട് അതിനകത്ത് സാമ്പിളിംഗ് നടത്തുക. ഈ സാമ്പിളിംഗ് നടത്തിയിട്ട് ഇത് അപ്രൂവ് ആയി കഴിയുമ്പോഴാണ് അത് പ്രൊഡക്ഷനിലേക്ക് പോവുക. ഇതും ഇൻഡസ്ട്രിയൽ മിഷനാണ്, അതും ഇൻഡസ്ട്രിയൽ മിഷനാണ്. ഇതും 24 ഹവേഴ്സ് വർക്ക് ചെയ്യാം, അതും 24 ഹവേഴ്സ് വർക്ക് ചെയ്യാം. ഇലക്ട്രിസിറ്റി ഇതിന് 0.5 കിലോ വാട്ട്. 0.5 2 മണിക്കൂർ ഓടിച്ച ഒരു യൂണിറ്റ് ആവും. വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളുടെ അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രെഡാണ്, പിന്നെ ഈ ഇലക്ട്രിസിറ്റി. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് എംബ്രോയിഡറി മെഷീൻ. അപ്പോൾ ഈ മെഷീനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.